not some downtown dancery. Okay, great. Now, in this role play, who can tell me what went wrong? Denise should have made reasonable accommodations given Ainsley's medical issue. Ainsley necessarily. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ പോസ്റ്റ് അടിച്ച് ഇനി എന്തുണ്ടാക്കും എന്ന് പറഞ്ഞ് യൂട്യൂബിൽ കൂടെ പോകുമ്പോൾ കണ്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പുള്ളിയുടെ വീഡിയോയ്ക്കകത്ത് പുള്ളി ഉണ്ടാക്കിയിരിക്കുന്ന സാധനം പുള്ളി ഗില്ലായിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ ഫയൽ പുള്ളി റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നേരെ സോളിഡ് വർക്സിലോട്ട് പോയിട്ട് ഈ സാധനം നമുക്ക് വരച്ചങ്ങെടുക്കാം. ഫിംഗർ ഫ്ലിക്കർ എന്നാണ് ഇതിന് പറയുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞൊട്ട് യന്ത്രം. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാരെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഞൊട്ടുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അത് ആദ്യമേ ഓർമ്മ വന്നു. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 3D ഡിസൈൻ വരച്ചെടുക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ 3D പ്രിൻറ്റും ചെയ്തു. അപ്പോൾ കഴിച്ച് നിങ്ങളിത് 3D പ്രിൻറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ആദ്യമേ നമ്മൾ സ്ലൈസർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിനകത്ത് ഇട്ടിട്ട് ആണ് നമ്മൾ ജി കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. മെഷീൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജാണ് ജി കോഡ്. അപ്പോൾ ഈ ജി കോഡുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ഈ സ്ലൈസറിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, 100% ഇൻഫില്, അതുപോലെ തന്നെ സപ്പോർട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ 100% ഇൻഫിലും കൊടുക്കണം, അതുപോലെ തന്നെ സപ്പോർട്ട് നിങ്ങൾ 100% കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് സാധനം കിട്ടത്തില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ പാർട്സ് എല്ലാം നമ്മൾ 3D പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അതായത് നമ്മൾ തന്നെ വരച്ചൊരു സാധനം ആയതുകൊണ്ട് ഒരു വട്ടമല്ല, 1000 വട്ടം ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ സാധനം. ഈ ഫൈനൽ ഇത് കാണുന്നതല്ല, ഇതല്ലാതെ ഇഷ്ടംപോലെ പ്രിൻറ്റ്സ് ഇഷ്ടം പോലെ പ്രിൻറ്റ് നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ സയൻസിന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗം സഹിക്കാൻ തയ്യാറാണ്. ഇതൊരു യൂസ്ലെസ് മെഷീനാണ്. മെഷീനൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ സംഭവം കാണുമ്പോൾ ഒരു രസമുണ്ട്. എനിക്ക് രസം തോന്നിയുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ, അല്ല വേറൊന്നുമല്ല. പക്ഷേ ഇഷ്ടംപോലെ പ്രിൻ്റ് നമുക്ക് വേസ്റ്റായി. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല, ഇതിനകത്തുള്ള കാര്യമാണ് പ്രിൻ്റ് വേസ്റ്റ് ആകുന്നത്. ഇതൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറത്ത് ഒരു ബോക്സ് നിറയോളം ഏതാണ്ട് മെറ്റീരിയൽസ് വേസ്റ്റ് ആയിട്ടുണ്ട്. കാണുമ്പോൾ വൃത്തിയിടാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടാത്ത. അപ്പോൾ ഗൈസ്, നമുക്കിതെങ്ങനെ അസംബിൾ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇത് അസംബിൾ ചെയ്യുന്നതിന് നമുക്ക് എന്താണെങ്കിലും സ്പ്രിങ് ആവശ്യമായിട്ടുണ്ട്. പുള്ളി സ്പ്രിങ് യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാനും സ്പ്രിങ് അതുപോലെ തന്നെ യൂസ് ചെയ്യും. അതിന് സ്ലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് സ്പ്രിങ് മൗണ്ട് ചെയ്യാൻ വേണ്ടി. പറ്റിയ സ്പ്രിങ് നമുക്ക് സ്പ്രിങ് അസോർട്ട്മെൻറ്റ് ബോക്സിനകത്ത് സെലക്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ ആമസോണിൽ മേടിക്കാൻ കിട്ടും ഈ ബോക്സ്. ഇതിനകത്ത് ഇഷ്ടംപോലെ സ്പ്രിങ് കാണും, പല സൈസിൽ പല ആപ്ലിക്കേഷൻസിലുള്ള കംപ്രഷൻ സ്പ്രിങ്, എക്സ്പാൻഷൻ സ്പ്രിങ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് മേടിക്കുന്നത് ഇങ്ങനെ പ്രോജക്ട്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. ഞാൻ ഒരെണ്ണം മേടിച്ചെന്നേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് നമുക്ക് വേണ്ടുന്ന പാകത്തിന് സൈസിനുള്ള സ്പ്രിങ് 2 നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ആ ഹോളിനകത്തോട്ട് മൗണ്ട് ചെയ്യുക. വേറെ വലിയ മറ്റേ എന്ത് പറയുന്ന റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, വളരെ എളുപ്പമാണ് സംഭവം. ജസ്റ്റ് നമ്മൾ മൗണ്ട് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി.
കേസ് നമ്മുടെ സ്പ്രിങ് എല്ലാം മൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ റിസ്റ്റിലോട്ട് അറ്റാച്ച് ചെയ്യണം. ലാസ്റ്റ് വരുന്ന സ്പ്രിങ് നമുക്ക് നമ്മുടെ റിസ്റ്റിലോട്ട് അറ്റാച്ച് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ ഗ്ലൗസൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോയ്ക്ക് തന്നെ കാണാം, പറഞ്ഞ് വെറുപ്പിക്കുന്നൊന്നുമില്ല. നമ്മുടെ റിസ്റ്റിലോട്ട് മൗണ്ട് ചെയ്യാനായിട്ട് ഞാനൊരു ജിം ഗ്ലൗസ് ആണ് എടുത്തിരിക്കുന്നത്. പണ്ട് ജിമ്മിൽ പോയിക്കോട്ട് ഇരുന്നപ്പോഴത്തെ, ഇപ്പോൾ ജിമ്മൊന്നുമില്ല. അപ്പോൾ ആ ജിം ഗ്ലൗസിൽ ചെറിയൊരു ഹോള്, അതായത് നമ്മുടെ സ്പ്രിങ്ങിൻ്റെ ഇത് കയറി പോകാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ സ്പ്രിങ് മൗണ്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലിക്കർ അടിപൊളിയായിട്ട് ഗ്ലൗസിൽ മൗണ്ട് ചെയ്തിട്ട് സ്പ്രിങ് വെച്ച് മൗണ്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് 2-3 ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുക. ആദ്യമേ ഒരു സ്റ്റീൽ പാത്രത്തെ നമുക്ക് അടിച്ച് നോക്കാം. കൈക്ക് വേദനയൊന്നും എടുക്കത്തില്ല, വേദന എടുക്കുമെന്നുള്ളതായിരുന്നു എൻ്റെ കൺസേൺ, പക്ഷേ വേദനയൊന്നും എടുത്തില്ല. ഇതൊരു മിററിൻ്റെ പീസാണ്. ഇതെങ്ങനെ അടിച്ചു പൊട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ജീവനില്ലാത്ത വസ്തുക്കളെ അടിച്ചു കഴിഞ്ഞാൽ അതിന് വേദന എടുക്കുകയില്ലയോ അല്ലെങ്കിൽ എന്തോ സംഭവിക്കുന്നത്, പൊട്ടി പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇത് വെച്ച് ആൾക്കാർക്ക് ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ വേദന എടുക്കുകയില്ലയോ എന്നൊന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനാകെ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവൻ്റെ ദേഹത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രൂക്ലിൻ നൈൻ-നൈൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എന്തായാലും ഡിസ്റ്റർബ് ചെയ്യാതെ പയ്യെ പോയി ടെസ്റ്റ് ചെയ്യാം. Downtown Dancery. Okay, great. Now in this role play, who can tell me what went wrong? Denise should have made reasonable accommodations given Ainsley's medical issue. Ainsley unnecessarily heightened the conflict by assuming and Denise shouldn't have responded. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്ക്.